ഇറാനെ വീണ്ടും ആക്രമിച്ചു അമേരിക്ക. അമേരിക്കൻ താവളങ്ങളിലെല്ലാം വീണ്ടും ആക്രമണം നടത്തി ഇറാൻ. ഒരു സമാധാന കരാറും അതിൻ്റെ തുടർച്ചയും എല്ലാം അവകാശപ്പെട്ട് ആത്യന്തികമായി ഒരു സമാധാനമുണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ പ്രകടമായി ഇസ്രയേൽ അതിനെതിരെ തിരിഞ്ഞിരുന്നു. ഇസ്രയേൽ തിരിഞ്ഞാൽ തൻ്റെ കച്ചവടവും വ്യവസായവും ഒക്കെ അപകടത്തിലാകുമെന്നറിഞ്ഞ് ഏതെങ്കിലും വിധേന അതിനെ തെറ്റിക്കണമെന്ന് ഉറച്ച് തീരുമാനമെടുത്ത ട്രംപിൻ്റെ അഭ്യാസമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. അത് നടത്തുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഇസ്രയേലിനെ ഈ ആക്രമണത്തിനായി ഉപയോഗിക്കാതെ അമേരിക്ക തന്നെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിന് പകരമായി അവിടെ ആക്രമിച്ചു, ഞങ്ങളുടെ കപ്പലിന് നേരെ വെടിയുതിർത്തു, എന്നെ കൊല്ലാൻ പോകുന്നു, എന്നെ വധിച്ചേക്കും, ഞാൻ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതാണ് എന്നൊക്കെ പറയുന്ന കഥകൾ ഈ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഇറച്ചി ഉണ്ട് എന്ന് പറഞ്ഞ് ചിലരെ അകത്തിട്ടവൻ്റെ വീടിടിച്ച് പൊളിക്കുന്നത് പോലെ ഒരുതരം കാരണമുണ്ടാക്കി ആക്രമിച്ച് കളിക്കുകയായിരുന്നു ട്രംപ്. ട്രംപ് വിചാരിച്ചിരുന്നത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ മരണവും അതുമായി ബന്ധപ്പെട്ട് ഒക്കെ സൗഹൃദമുള്ളതുകൊണ്ട് താൻ ഇനി എന്ത് ചെയ്താലും ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ആരെയും ആക്രമിക്കില്ല, എൻ്റെ അവിടെയുള്ള ചങ്ങായിമാരൊക്കെ ഇനി ഇവരുടെ സ്വന്തമായതുകൊണ്ട് ഞാൻ ഇവരുടെ പുറത്ത് കയറിക്കൊണ്ടിരിക്കാം എന്നാണ് കരുതിയത്. പക്ഷേ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അതിന് വേറൊരു നീതീകരണവുമില്ല എന്ന് ബോധ്യപ്പെടുത്തും വിധം കടന്നാക്രമിച്ചു ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മുഴുവൻ. കുവൈറ്റിനെ ആക്രമിച്ച് US-ൻ്റെ റഡാർ സിസ്റ്റം തകർത്തു, US-ൻ്റെ എയർ ബേസിസ് തകർത്തു, ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന ബേസ് തകർത്ത് തരിപ്പണമാക്കി. ഖത്തറിലെ അൽ ഉദൈദ് എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പിൽ ഇറാൻ ആക്രമണം നടത്തി, കനത്ത നാശനഷ്ടമുണ്ടാക്കി. ബഹ്റൈനിലും UAE-യിലും ആക്രമിച്ചു. കടുപ്പത്തിൽ തന്നെയാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. ഇതിനിടയിൽ ഇറാനും ആ രാജ്യങ്ങളുമൊക്കെയായി ഉണ്ടായ സൗഹൃദത്തിൻ്റെ ബലത്തിൽ താൻ അടിച്ചുകൊണ്ടിരുന്നാലും അവിടെയൊന്നും ഇറാൻ അടിക്കില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ തങ്ങളുടെ അസ്തിത്വവും രാജ്യവുമാണ് ഏറ്റവും പ്രധാനമെന്നും വ്യക്തിപരമായ സൗഹൃദങ്ങൾക്കപ്പുറത്ത് തങ്ങളുടെ നിസ്സഹായതയിൽ സഹിക്കാനാവില്ലെന്നും അതുകൊണ്ട് കഴിയുന്നവരെ തിരിച്ചാക്രമിക്കുക എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങളെത്തിയത്. കബറടക്കം നടക്കുന്ന വേളയിൽ പോലും ഇറാൻ്റെ ഓരോ ഭാഗങ്ങളിൽ ആക്രമണം നടത്തി. അതിന് കാരണമായി പറഞ്ഞത് കപ്പലിനെ ആക്രമിച്ചു, വെടിയുതിർത്തു എന്നൊക്കെ ഉള്ളതാണ്. അതൊക്കെ വെറുതെ കാരണം കണ്ടെത്തലാണ്. എന്ന് പറഞ്ഞാൽ ഈ നാണം കെട്ട് തോറ്റു പിന്മാറിയ ശേഷം ഇനിയും ഒരു സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഇലക്ഷൻ വരുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീയെ വളരെ പരസ്യമായി കയറി പിടിച്ചതിന് ഇന്ത്യയിലെ 45 കോടി രൂപയോ മറ്റോ ഇപ്പോൾ അടയ്ക്കണമെന്ന് US കോടതി വിധി പറഞ്ഞത് ഈ അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപിനെതിരെയാണ്. സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കൂടാതെ മറ്റ് ചിലതിൻ്റെ നോബൽ സമ്മാനം കൂടി അദ്ദേഹത്തിന് ലഭിക്കത്തക്ക നിലയിലാണ് ആ പ്രഖ്യാപനം വന്നത്. കാരണം അത്രയും തുക എന്ന് പറയുന്നത് 4ഓ 5ഓ നോബൽ സമ്മാനത്തിൻ്റെ തുകയുണ്ടത്. അതാണ് ഏതോ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒരു ബന്ധവുമില്ലാത്തൊരു സ്ത്രീയെ കണ്ടപ്പോൾ കയറി പിടിച്ച ഒരു സംഭവം. ഇതിലൊന്ന് ആത്മകഥയിൽ അവർ എഴുതിയതാണ്. ഇതുപോലെയുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾ അമേരിക്കയിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ തൻ്റെ ഭാവി ഇലക്ഷനിൽ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞാണ് വീണ്ടും ഈ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. അതിന് കനത്ത തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവനൊന്നും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ലോകത്തിന് ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. അടിച്ചാൽ വേറെ സൗഹൃദവും ബന്ധവും ആക്കി എല്ലാം അവിടെ നിൽക്കട്ടെ, തിരിച്ചടിക്കും എന്ന് തന്നെയാണ് നിലപാട്. അത് ട്വിറ്ററിലൂടെയും മറ്റും ഇറാൻ്റെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. വെടിനിർത്തലും കരാറുമൊക്കെ കഴിഞ്ഞു, ഇനി അടിച്ചു തീർക്കാം എന്ന് തന്നെയാണ് ഇറാൻ്റെയും നിലപാട്.